ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദൈവം സമ്മർദ്ദത്തിൽ വിശുദ്ധ യോസഫ് പിതാവിൻ്റെ തിരുനാളിൻ്റെ ഒരു വിചിന്തനം ഇങ്ങനെ ഒരു ശീർഷകത്തിൽ നൽകാനാണ് എനിക്ക് തോന്നണേ. ദൈവം സമ്മർദ്ദത്തിൽ. ദൈവത്തിൻ്റെ സമ്മർദ്ദമോ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് യോസഫ് പിതാവിൻ്റെ ഒരു വർഷം ആയിട്ട് യോസഫ് പിതാവിൻ്റെ പ്രാധാന്യം കാണിക്കാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വർഷം പ്രഖ്യാപിച്ചിരുന്നു, വിശുദ്ധ യോസഫ് പിതാവിൻ്റെ വർഷം. ആ വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല എത്ര ധ്യാനങ്ങളും എത്ര കോൺഫറൻസുകളുമാണ് ഞാൻ യോസഫ് പിതാവിനെക്കുറിച്ച് നടത്തിയെന്ന്. മിണ്ടാമഠത്തിൽ അച്ഛന്മാർക്ക്, കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റികൾക്ക്, പിന്നെ പല ഇടവകളിൽ, അതിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ 8 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ധ്യാനം ജോസഫിനെ കുറിച്ച്, മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിനെ കുറിച്ച് 8 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ധ്യാനം പ്രസംഗിച്ചിട്ടുണ്ട്. ചിലയിടത്ത് അത് രാവിലെയും വൈകിട്ടുള്ള ധ്യാനങ്ങൾ, 3 ദിവസം ഫുൾ ഡേ ധ്യാനം ജോസഫിനെ കുറിച്ച് മാത്രം, ബൈബിളിൽ ജോസഫിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രം. അപ്പം നമ്മുടെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും കന്യാസ്ത്രീമാർക്കൊക്കെ അത്ഭുതമായി, ഇത്രമാത്രം ഉണ്ടോ ജോസഫിനെ കുറിച്ച്. ഞാൻ നിങ്ങളോടും ഒരു വീഡിയോയിൽ ഈ ജോസഫിൻ്റെ ഒരു സമഗ്ര ചിത്രം നൽകണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെറിയൊരു നോട്ട് ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ പറയണമെന്നൊന്ന് കുറിച്ച് വയ്ക്കുക. അങ്ങനെ ചെറിയൊരു സ്ലിപ്പാണ് ഞാൻ അങ്ങനെ കുറിക്കുള്ളൂ. അങ്ങനെ കുറിച്ചത് പിന്നെ ഏതെങ്കിലും ഇതൊക്കെ കോട്ട് ചെയ്യാനാണ് കൂടുതൽ ചെയ്യുക. അങ്ങനെ കുറിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോ അതിൽ കൂടുതലോ വേണ്ടി വരും ഈ ജോസഫിനെ കുറിച്ചുള്ള ബൈബിളിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പറയാൻ മാത്രം. അപ്പം ഞാനത് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. ഒന്നുകിൽ പിന്നീട് ഒരിക്കലാകാം, അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടൊക്കെ നമുക്കത് ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത്, പലപ്പോഴും ഈ ജോസഫിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല എന്നാണ് പലരും പറയുക. പക്ഷേ ജോസഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം നമുക്കിന്ന് ചിന്തിക്കാം. ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എന്താണ്? അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു. ഇതാണ് പുതിയ നിയമത്തിലെ തന്നെ ആദ്യത്തെ വാക്യമാണത്. പുതിയ നിയമത്തിലെ തന്നെ ആദ്യത്തെ വാക്യം. ഇതേ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായം 41 മുതൽ 46 വരെ വാക്യങ്ങൾ നോക്കിയാൽ ഈ സംഗതിയൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിൽ തോന്നും. എന്താണ്? യേശു അവരോട് ചോദിച്ചു, ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ ആരുടെ പുത്രനാണ്? അവർ പറഞ്ഞു ദാവീദിൻ്റെ. കർത്താവ് ചോദിച്ചു, അതെങ്ങനെയാ? ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം ആരും ചോദ്യം ചോദിക്കാൻ മുതിർന്നതുമില്ല. അങ്ങനെയാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന്. എന്നിട്ട് അതേ യേശുക്രിസ്തു 22-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നു, അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെ? ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നില്ലേ? ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ജോസഫിലൂടെയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലത്തീൻ സഭയിൽ 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും സ്തോത്രയാഗ പ്രാർത്ഥനയിൽ, യൂക്കറിസ്റ്റിക് പ്രയറിൽ ജോസഫിന്റെ പേര് കൂടി ചേർക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ ഇപ്പം ജോസഫിന്റെ പേര് കൂടി ചേർത്താണ്. നമ്മൾ സീറോ മലബാർ സഭയിൽ മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ജോസഫിന് രക്ഷാചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് രക്ഷാചരിത്രത്തിന്റെ ഓർമ്മയാചരണത്തിൽ യോസഫിന്റെ പേര് പറയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചത് വളരെ അർത്ഥവത്താണ്. മറിയത്തിന് കൊടുക്കുന്ന മംഗളവാർത്ത ലൂക്ക രേഖപ്പെടുത്തുന്നത് 1-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല. ഇത്രയെല്ലാം കേട്ടപ്പോഴാണ് മറിയം പിന്നത്തെ വാക്യം ചോദിച്ചത്, ഇത് എങ്ങനെ? അതിനകത്തൊരു വചനം നോക്കുക. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് നിന്റെ മകന് കൊടുക്കും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം,
ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. അപ്പൊ ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കുമെന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയണേ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കും നിന്റെ പുത്രൻ. അതാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയണേ. അപ്പൊ വീണ്ടും പ്രശ്നമായി. ഒരു സ്ഥലത്ത് പറഞ്ഞു അവൻ ദാവീദിന്റെ പുത്രനല്ല, ഒരു സ്ഥലത്ത് പറഞ്ഞു ദാവീദിന്റെ പുത്രനാണ്. അപ്പോൾ ആളത്വത്തിൽ അത് ദൈവം, യേശുവിന്റെ ആളത്വം എന്നത് ദൈവിക ആളത്വമാണ്. ആളത്വത്തിൽ അവൻ ദൈവപുത്രനാണ്. എന്നാൽ ജഡപ്രകാരം എന്ന് വെച്ചാൽ ബയോളജിക്കൽ അല്ല, ഈ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് അവൻ ദാവീദിന്റെ പുത്രനാണ്. എങ്ങനെ? അതെങ്ങനെയാണ്? എന്തുകൊണ്ട് അങ്ങനെ ആകണം? അതാണ് നമ്മുടെ ചോദ്യം. അവൻ അങ്ങനെയാണ് എന്നുള്ളതല്ല, എന്തുകൊണ്ട് അവൻ അങ്ങനെ ആകണം? അതായത് ദൈവത്തിന്റെ പുത്രൻ എന്തിനാണ് ദാവീദിന്റെ പുത്രൻ ആയിരിക്കുന്നത്? ഇതാണ് ചോദ്യം. അബ്രാഹത്തിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തു. എന്തിനാണ് അവൻ ദാവീദിന്റെ പുത്രൻ ആയിരിക്കുന്നത്? ദൈവപുത്രനല്ലേ അവൻ, എന്തിനാണ് ദാവീദിന്റെ പുത്രൻ ആയിരിക്കുന്നത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ദൈവം സമ്മർദ്ദത്തിൽ എന്നുള്ള ഒരു പോയിന്റ്. ഈ ഷെമുവേലിന്റെ പുസ്തകം, സാമുവേല് 2-ാം ഗ്രന്ഥത്തിൽ 7-ാമത്തെ അധ്യായം, ആ 7-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ദാവീദ് നാഥാൻ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാ. ഞാൻ കൊട്ടാരത്തിൽ താമസിക്കുന്നു, ഞാനൊരു അരമനെ താമസിക്കുന്നു, കർത്താവോ ഒരു കൂടാരത്തിൽ, ഒരു ഷെഡിൽ. അത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ ദൈവത്തിന്, എൻ്റെ കർത്താവിന് ഒരു ഭവനം പണിയും. നാഥാൻ പ്രവാചകന് വലിയ ഇഷ്ടമായി. രാജാവ് ദൈവത്തിന് തന്നെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കാൻ എപ്പോഴും ദാവീദ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതെ തന്നെ, ചർച്ച ചെയ്യാതെ തന്നെ നീ മുന്നോട്ട് പോയിക്കോന്ന് പറഞ്ഞു. പക്ഷേ ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, അത് ശരിയാകില്ല, നീ എന്നോട് ചോദിച്ചിട്ട് പറയേണ്ടതായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. എന്താണ്? അതാണ് നമ്മൾ 11 മുതലുള്ള വാക്യങ്ങളിൽ കാണുക. നാഥാൻ പ്രവാചകനിലൂടെ യാഹ്വേയായ കർത്താവ് ദാവീദിനോട് പറയാണ്. എന്താണ് പറയുന്നത്? 11-ാമത്തെ വാക്യം തൊട്ട് ഞാൻ വായിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട വചനമാണ്. യാഹ്വേ നിനക്ക് ഒരു ഭവനം ഉണ്ടാക്കുമെന്ന് യാഹ്വേ നിന്നെ അറിയിക്കുന്നു. യാഹ്വേ നിനക്കൊരു ഭവനം ഉണ്ടാക്കുമെന്ന് യാഹ്വേ നിന്നോട് അറിയിക്കുന്നു. നിങ്ങളെന്താ ഞെട്ടാത്തെ? ദാവീദ് യാഹ്വേക്ക് ഭവനം പണിയുമെന്നല്ലോ തീരുമാനമായിരുന്നേ. ഇപ്പൊ ദൈവമായി യാഹ്വേ എന്താ പറയണത്? യാഹ്വയാണ് നിനക്ക് ഭവനം പണിയുക. നീ യാഹ്വേക്ക് ഭവനം പണിയല്ല, ദൈവം നിനക്കാണ് ഭവനം പണിയുക. അതിന്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി വായിക്കുകയാണ്. നിന്റെ നാഭിയിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞ് നീ പൂർവികരോട് ചേർന്ന് നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും ഞാൻ അവന് രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്താൽ ഞാൻ അവന് മനുഷ്യരുടെ വടിയും മനുഷ്യപുത്രന്മാരുടെ ചമ്മട്ടിയും ഉപയോഗിച്ച് ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന് ഞാൻ എൻ്റെ കാരുണ്യം നീക്കിയതുപോലെ അവനിൽ നിന്ന് എൻ്റെ സുസ്ഥിര സ്നേഹം നീങ്ങിപ്പോകയില്ല. അടുത്ത വചനം 16. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചതായിരിക്കും. ഈ സകല വാക്കുകളും ദർശനവും അനുസരിച്ച് നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് യാഹ്വേയുടെ സന്നിധിയിലിരുന്നു. അവൻ പറഞ്ഞു, കർത്താവായ യാഹ്വേ, ഇത് പോരാ എന്ന് അങ്ങേക്ക് തോന്നിട്ട് വരാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ കുടുംബത്തെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. കർത്താവായ യാഹ്വേ, ഇത് മനുഷ്യവംശത്തിന് വേണ്ട ന്യായപ്രമാണമാണല്ലോ. ന്യായപ്രമാണമോ എന്ന് ചോദ്യത്തിലും പറ്റും. ഇപ്പം ഞാൻ അവസാനം വായിച്ചത് 19-ാമത്തെ വാക്യം നിങ്ങൾ ഓരോ ബൈബിളിലും ഓരോ തരത്തിലായിരിക്കും കിടപ്പുണ്ടാവുക. കാരണം ഹ തോറ ഹ ആദാം എന്നാണ് ഹീബ്രു. ഹ തോറ ഹ ആദാം. അതെങ്ങനെ തർജ്ജമ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഫ്യൂച്ചർ ജനറേഷൻസ് എന്ന് ചിലർ തർജ്ജമ ചെയ്യും. അങ്ങനെ പലതരത്തിലുണ്ട്. എന്നേക്കും നിലനിൽക്കാനുള്ളത്, മനുഷ്യവംശത്തിന് വേണ്ടിയുള്ളത്. ഇത് മനുഷ്യവംശത്തിന് വേണ്ട ന്യായപ്രമാണം. അതായത് ദാവീദുമായി ദൈവം ഉണ്ടാക്കുന്ന ഉടമ്പടി മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ന്യായപ്രമാണമാണ്. മോശയുമായി ഉണ്ടാക്കിയത് ഇസ്രായേലിന് വേണ്ടിയുള്ള ന്യായപ്രമാണമാണെങ്കിൽ ദാവീദുമായി ഉണ്ടാക്കുന്നത് മനുഷ്യവംശത്തിന് മുഴുവനും വേണ്ടിയുള്ള ന്യായപ്രമാണമാണ്. എന്താണ് ആ ന്യായപ്രമാണത്തിന്റെ അന്തസത്ത?
രണ്ട് കാര്യങ്ങളാ. യാഹ്വയാണ് നിനക്ക് ഭവനം പണിയുക. രണ്ട്, നീയും നിന്റെ കുടുംബവും നിന്റെ രാജ്യത്വവും നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചു നിൽക്കും. നിന്റെ സിംഹാസനം. ഇതാണ് ശമൂവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ കിടക്കുന്നത്. നാഥാൻ പ്രവാചകനുടെ ദൈവമായ യാഹ്വേ ദാവീദിനോട് പറഞ്ഞതാ. ഏറ്റവും ഉയർന്ന ഉടമ്പടി ഇതാണ്. ദൈവം ദാവീദിന് ഒരു ഭവനം പണിയും, ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത്. പക്ഷെ മറിയത്തോട് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? 586 ദാവീദിന്റെ സിംഹാസനം തകർന്നു. അവസാനത്തെ ദാവീദ് ഗോത്രത്തിന്റെ അവസാനത്തെ രാജാവിനെയും പിടിച്ചോണ്ട് പോയി. ദേവാലയം തീ വെച്ചു. പിന്നെ തിരിച്ചു വന്നിട്ട് 50 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ ദേവാലയൊക്കെ പണിതെങ്കിലും അവർക്ക് ദാവീദ് കുടുംബത്തിൽ രാജാവ് ഉണ്ടായില്ല. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഗവർണറെ പോലെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് 586 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ 583 കൊല്ലമായിട്ട്. 583 കൊല്ലമായിട്ട് ഈ ദാവീദിന്റെ സിംഹാസനം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ട്. മറിയത്തോട് പറയാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും, നിന്റെ കൊച്ച്. ഇവിടെ പറയാണ് ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. അപ്പൊ ഈ 586 വർഷം ഇല്ലാതിരുന്നതോ? ഇനി യേശു എങ്ങനെയാണ് ദാവീദിന്റെ പുത്രൻ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുക, ഈ സിംഹാസനത്തിൽ ഇരിക്കുക? അതിനുള്ള സൊല്യൂഷൻ, ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജോസഫ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ദാവീദിന്റെ പുത്രനായ ജോസഫേ, ദാവീദിന്റെ പുത്രനായ ജോസഫേ. നമുക്ക് ഈ ജോസഫിനെ ദൈവം ഇങ്ങനെ, കർത്താവ് ഇങ്ങനെ വിളിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ 2-3 കാര്യങ്ങൾ കൂടി നോക്കാം. ഈ നാഥൻ പ്രവാചകൻ പറഞ്ഞല്ലോ, പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു ദൈവമാണ് നിനക്ക് വീട് പണിയുക. അനുപയോഗിച്ച വാക്ക് ഹീബ്രു വാക്ക് ബായിത്ത് എന്നാണ്. ബായിത്ത് അതിനാണ് ബേത്ത് ലെഹേം. ലെഹം വെച്ചാൽ ബ്രെഡ്, ബേത്ത് എന്ന് വെച്ചാൽ ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പം തന്നെ ഭവനം. ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം. അതിൻ്റെ ഹീബ്രു വാക്ക് ബേത്ത്, ബായിത്ത്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരാണ് അതിൽ വസിക്കുന്നതെങ്കിൽ അത് വീടാണ്, വീട്, ഗൃഹം. ഒരു രാജാവാണ് അവിടെ താമസിക്കുന്നെങ്കിൽ അത് കൊട്ടാരമാണ്. ഷെയ്പ്പൊക്കെ വീടിൻ്റെ, ചെറിയ വീടിൻ്റെ ആയിരിക്കും, പക്ഷെ രാജാവ് താമസിക്കുന്നെങ്കിൽ അത് കൊട്ടാരമാണ്. ദൈവമാണ് താമസിക്കുന്നെങ്കിലോ അപ്പോൾ ദൈവാലയമായി. 3 അർത്ഥങ്ങളായില്ലേ? വീട്, കൊട്ടാരം, ദേവാലയം. ഇനി വേറെ 2 അർത്ഥങ്ങൾ കൂടി ഉണ്ട്. ഒന്ന് കുടുംബ വാഴ്ച. ആ കുടുംബത്തിൻ്റെ വാഴ്ച, ആ കുടുംബത്തിൽ പിറക്കുന്നവരായിരിക്കും രാജവാഴ്ചയുള്ളവർ. അങ്ങനെ അർത്ഥമുണ്ട്. പിന്നെ ഒരു അർത്ഥം കൂടിയുണ്ട്, ആ കുടുംബം ദത്തെടുക്കുന്നവര്, ദത്തെടുക്കല്. അപ്പോൾ വീട്, കൊട്ടാരം, ദേവാലയം, കുടുംബ വാഴ്ച, ദത്തെടുക്കല്. ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും എന്നുള്ള വചനം കണ്ടോ? സോളമന് ഞാൻ ദത്തെടുക്കും. അതൊക്കെ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ കർത്താവായ ദൈവം ദാവീദിനൊരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന കെട്ടിടമല്ല, മറിച്ച് അവന്റെ കുടുംബവാഴ്ചയുടെയും രാജത്വത്തിന്റെയും സിംഹാസനത്തിന്റെയും ശാശ്വത നിലനിൽപ്പാണ് ഉദ്ദേശിക്കുന്നത്. ദേവാലയം പണിയാനുള്ള നിയോഗം ദാവീദിന് പകരം അത് ശലോമോന് കൊടുക്കും. ദത്തെടുക്കല് ഈ ദാവീദിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ദൈവമായ കർത്താവ് ദത്തെടുക്കും, തൻ്റെ മകനെ ദത്തെടുക്കും. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട സംഗതി കുടുംബവാഴ്ചയാണ്. ദാവീദിന്റെ കുടുംബവാഴ്ച ലോകാവസാനം വരെ നിലനിൽക്കും. അതായിരിക്കും മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള ന്യായപ്രമാണം. ഈ തിരുവചനങ്ങൾ സത്യമാകണോ ആകണ്ടയോ? ഇത് വാഗ്ദാനല്ലേ, ദൈവം കൊടുത്ത വാഗ്ദാനല്ലേ? ഈ വാഗ്ദാനത്തിന് ദൈവം വിശ്വസ്തനായിരിക്കണ്ടേ? ആ ദൈവം ഈ വാക്കുകളോട് വിശ്വസ്തനായിരിക്കണമെങ്കിൽ തൻ്റെ പുത്രനെ, ദൈവപുത്രനെ ദാവീദ് കുടുംബത്തിൽപ്പെട്ട ഒരാള് ദത്തെടുത്ത് അവന്റെ മകനാക്കണം. അല്ലെങ്കിൽ ദൈവം ഈ വാക്കുകളോട് വിശ്വസ്തത പാലിക്കുന്നില്ല, ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നില്ല എന്ന് വരും. ഇപ്പൊ നമുക്ക് മറ്റ് 2 കാര്യങ്ങൾ കൂടി കിട്ടുകയാണ്. ഒന്ന്, എന്തിനാണ് ഈ മറിയും ജോസഫ് തമ്മിലുള്ള മനസ്സമ്മതം കഴിയുന്നത് വരെ ദൈവം കാത്തിരുന്നേന്ന്? അല്ലെങ്കിൽ ഈ ഇവരെ മനസ്സമ്മതം കഴിയുന്നതിന് മുമ്പാണ് മറിയത്തിന്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ അയക്കുന്നതും അവൾ ഗർഭിണിയാകുന്നെങ്കിൽ ജോസഫിന്റെ കുടുംബത്തിനെ ബാധിക്കില്ലായിരുന്നു.
ഇവര് മനസ്സമ്മതം കഴിഞ്ഞതിന് ശേഷമാകുമ്പോൾ ജോസഫിന്റെ കുടുംബത്തെ ബാധിക്കും. അപ്പൊ എന്തിനാണ് മറിയത്തോടിനുള്ള മംഗളവാർത്ത ജോസഫിനോടുള്ള അവളുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് മതി എന്ന് ദൈവം തീരുമാനിച്ചത്? അവൻ ഇവളെ സ്വീകരിക്കണം. കാരണം അവനാണ് ശരിക്കും ദാവീദിന്റെ കുടുംബത്തിലുള്ളവൻ. ആര്? ജോസഫ്. ആ ജോസഫ് മറിയത്തെ തന്റെ ഭാര്യയെ സ്വീകരിക്കുകയും അവളുടെ കുഞ്ഞിനെ നിയമത്തിന് മുമ്പിൽ തന്റെ കുഞ്ഞായി ദത്തെടുക്കുകയും ചെയ്യണം. അങ്ങനെ ജോസഫ് ദൈവപുത്രനെ, മറിയത്തിൽ ജനിച്ച ദൈവപുത്രനെ തന്റെ കുഞ്ഞായി ദത്തെടുക്കുമ്പോൾ നിയമത്തിന് മുമ്പിൽ യേശു ദാവീദിന്റെ പുത്രനായി. തീർന്നില്ല. ദത്തെടുത്ത കുട്ടിക്ക് നിയമം അനുസരിച്ച് എല്ലാ അവകാശങ്ങൾക്കും, എല്ലാ ഓഹരികൾക്കും അവകാശമുണ്ട്. പിതൃസ്വത്തിനും ഹെറിഡിറ്ററി ആയിട്ടുള്ള എല്ലാ സ്വത്തിനും അവകാശമുണ്ട്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കണമെങ്കിൽ ദാവീദ് ഗോത്രത്തിൽ ജനിച്ച, ശരിക്കും ദാവീദ് ഗോത്രത്തിൽ ജനിച്ച ജോസഫ് ഈ യേശുവിനെ ദത്തെടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് മനസ്സമ്മതം കഴിയുന്നവരെ ദൈവം കാത്തിരുന്നത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കസേരയിൽ ഇരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് അവൻ ദാവീദിന്റെ കർത്താവായതിനാൽ ആ സിംഹാസനം സ്വർഗത്തിലാണ്, ദൈവത്തിന്റെ വലത്തുവശത്ത്. ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെ കർത്താവായതിനാൽ ആ ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലതുവശത്താണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് അവൻ ഭരിക്കുന്നത്. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അതായത് ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുന്നവൻ ലോകാവസാനം വരെയും അതിനപ്പുറത്തും ഈ ദാവീദിന്റെ സിംഹാസനത്തെ നൈരന്തര്യമാക്കുകയല്ലേ, എന്നേക്ക് നിലനിർത്തുകയല്ലേ. ദൈവത്തിന്റെ വലത്തെ ഭാഗം, ദാവീദിന്റെ പുത്രനും കർത്താവുമായവൻ ദൈവത്തിന്റെ വലത്തെ വശത്തിരുന്ന് രാജ്യം ഭരിക്കുമ്പോൾ, ലോകത്തെ ഭരിക്കുമ്പോൾ നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനം പൂർത്തിയാവുകയല്ലേ. പൂർത്തിയാക്കുക മാത്രമല്ല, അത് വേറെ തരത്തിലാ പൂർത്തിയാകണേ. ലൗകിക രാജത്വത്തിന്റെ രീതിയിലല്ല, ലൗകിക രാജാക്കന്മാരെയും ഭരണാധിപന്മാരെയും അവരെ പോലും ഭരിക്കുന്ന തരത്തിലുള്ള സ്വർഗീയ ഭരണത്തിന്റെ രീതിയിലാണ്. അപ്പോൾ ഈ ചെറിയൊരു സംഗതിയല്ല ജോസഫിനെ ഏൽപ്പിച്ചത് പിതാവായ ദൈവം. അതുകൊണ്ട് ജോസഫിനെ കുറിച്ചും മറിയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കലിതുള്ളി വരും. അവർക്ക് രക്ഷാചരിത്രത്തെക്കുറിച്ചോ അവർക്ക് ബൈബിളിനെ കുറിച്ചോ വചനത്തെക്കുറിച്ചോ അതിൻ്റെ ആഴത്തെക്കുറിച്ചോ ബോധമില്ലെന്ന് കരുതിയാൽ മതി. ഇപ്പം ഇവിടെയും അവർ വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അവർക്ക്, അല്ലെങ്കിൽ അവരെ ബുദ്ധി അടഞ്ഞിരിക്കുകയാണ്. അവർ സുവിശേഷം പ്രഘോഷിക്കലും കർത്താവിനെ പ്രഘോഷിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വചനത്തിന് ആഴത്തിലേക്ക് പോകാനുള്ള അത് അവർക്കില്ല. ഇല്ലാത്തതിന് കാരണം അവർക്കത് വേണ്ടെന്ന് വെച്ചിരിക്കുക. ഈ പുറത്ത് കാണുന്നത് മാത്രം മതി, ആഴത്തിലേക്ക് പോകേണ്ടെന്നാണ്. മറിയവും ജോസഫും രക്ഷാചരിത്രത്തിൽ വളരെ വലിയ സ്ഥാനം അലങ്കരിക്കുന്നു. അത് ഈ സവിശേഷമായിട്ട് ശമൂവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തില് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത വാഗ്ദാനം, ഉടമ്പടി, അതായത് ഹയ്യസ്റ്റ് ഉടമ്പടിയാണ് ദാവീദിന് കൊടുത്തിരിക്കുന്നത്. മനുഷ്യവംശത്തിന് മുഴുവൻ ന്യായപ്രമാണം. അത്രയും വലിയൊരു ഉടമ്പടി വേറെ എങ്ങും ഇല്ല. അതായത് ആദാവുമായിട്ടുള്ള ഉടമ്പടി, സാബത്ത് ഉടമ്പടി, 6 ദിവസം അധ്വാനിക്കുക, 1 ദിവസം ദൈവത്തിന്റെ കൂടെ. രണ്ടാമത്തെ ഉടമ്പടി നോഹയുമായിട്ട് റിന്യൂവൽ, അതായത് സമാധാനത്തിന്റെ ഉടമ്പടി. മൂന്നാമത് അബ്രഹാമായിട്ട്, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഉടമ്പടി. പിന്നെ ആ തെരഞ്ഞെടുത്ത ജനത്തെ പുരോഹിതന്മാരായിട്ട് അവരോധിക്കുന്ന ഉടമ്പടി, സീനായി ഉടമ്പടി. പിന്നത്തെയാണ് ദാവീദുമായുള്ള ഉടമ്പടി, മനുഷ്യവംശത്തിന് മുഴുവൻ ന്യായപ്രമാണമായ ഉടമ്പടി. ആ ഉടമ്പടി എന്താണ്? ദാവീദിന്റെ കുടുംബവാഴ്ചയും ദാവീദിന്റെ സിംഹാസനവും എന്നേക്കും നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന യേശു അവൻ ദാവീദിന്റെ പുത്രൻ അല്ലാതിരിക്കെ ദാവീദിന്റെ പുത്രനായി ദത്തെടുക്കപ്പെടണം. അപ്പൊ ദത്തെടുത്ത കാര്യമാണ് മത്തായി 1:1 പറയണേ. എന്നാൽ അവൻ ദത്തെടുക്കപ്പെട്ടവൻ മാത്രമാണ്, ശരിക്കും ബയോളജിക്കലായിട്ട് അല്ല എന്നാണ് 22-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്നത്. അവൻ ദാവീദിന്റെ പുത്രനായിരിക്കുന്ന എങ്ങനെ? അവൻ കർത്താവല്ലേ, ദാവീദിന്റെ കർത്താവല്ലേ? ഇതിനെല്ലാം ഉത്തരമായിട്ട് കിട്ടുകയാണ്. മറിയത്തോട് പറയാണ്, നിന്റെ കൊച്ച് ആയിരിക്കും, അതായത് പരിശുദ്ധാത്മാവിൽ ജനിക്കുന്ന ദൈവപുത്രനായിരിക്കും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുക. അതെങ്ങനെ സംഭവിക്കും? അത് ഞാൻ ജോസഫിനോട് പറയും. ദാവീദിന്റെ പുത്രനായ ജോസഫെ, നീ മറിയത്തെ നിന്റെ ഭാര്യയെ സ്വീകരിക്കണം. അവളുടെ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്, അതായത് ദൈവപുത്രനാണ്. അവനെ നീ നിയമത്തിന് മുമ്പിൽ, രജിസ്ട്രാർ മുമ്പിൽ കൊണ്ടുപോയി നിന്റെ കുഞ്ഞായി ദത്തെടുക്കണം. അപ്പോൾ ദാവീദിന്റെ സിംഹാസനം എല്ലാ അവകാശം അവന് കിട്ടും. അത് അങ്ങനെ എൻ്റെ വാഗ്ദാനം, ഉടമ്പടി, ദാവീദിനെ കൊടുത്ത ഉടമ്പടി എനിക്ക് പൂർത്തിയാക്കാൻ പറ്റൂ.
ആ ഉടമ്പടി പൂർത്തിയാക്കാൻ നീ എന്നോട് സഹകരിക്കണം. അതത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ദാവീദ് ജോസഫ് ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കലൊന്നല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് തീച്ചൂളയിൽ എന്ന പോലെയായിരുന്നു അവൻ. ആ ഗ്രീക്ക് വാക്കിന് അർത്ഥതാണ് അങ്ങനെ ചൂടിൽ കിടന്നതാണ് ശരിക്ക്, അല്ലേ? തീച്ചൂളിൽ കിടക്കുന്ന പോലെ പ്രയാസം ഉണ്ടായിരുന്നു ദൈവത്തോട് സഹകരിക്കാൻ. പക്ഷെ അവൻ ചെയ്തു, സഹകരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സമ്മർദ്ദം കുറച്ചു കൊടുത്തു ജോസഫ്. ഇതാണ് നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ദൈവവിളി. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പൂർത്തിയാക്കാൻ അവന് മനുഷ്യരെ വേണം, നമ്മെ വേണം. അപ്പം നമ്മുടെ പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും അത് മാറ്റിവെക്കേണ്ടി വരും. നമ്മൾ മറ്റു കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരില്ലേ? അതുതന്നെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ ഉൾച്ചേർത്താൻ ആഗ്രഹിക്കുന്നവനുമാണ്. അതിന് ഉൾച്ചേർക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാകാം. അതുകൊണ്ട് പറയണം, ഭയപ്പെടേണ്ട. രണ്ടാമത്തെ കാര്യം പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. 3, നിന്റെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നീ മാറ്റിവെക്കേണ്ടി വരും. അത് മാറ്റിവെക്കുക. അതിലൂടെ സംഭവിച്ചെന്താണ്? ജോസഫിനെ കുറിച്ചുള്ള വചനം നമുക്ക് ദൈവവചനമായി. ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ വന്നു. കർത്താവിനെ ഓർക്കുന്നിടത്ത് കർത്താവിന് ശുശ്രൂഷകനായ ജോസഫിനെയും ഓർക്കുന്നു. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് ജോസഫിൻ്റെ കാര്യത്തിൽ വളരെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് സംഭവിച്ചു. നമുക്ക് ഈ ദൈവവിളി, ഈ ജോസഫിൻ്റെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ദൈവവിളി അത് എത്രമാത്രം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നാലും അത് നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു തീവ്രമായ തീരുമാനത്തിൻ്റെ നിമിഷം കൂടി ആയിരിക്കട്ടെ ഈ തിരുനാൾ ആചരണം. അപ്പോൾ നമ്മുടെ ദൈവവിളിക്ക് അത് വിവാഹം കഴിച്ചുള്ള ജീവിതമാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും കന്യാസ്ത്രീ ആയിട്ടാണെങ്കിലും ഏതാണോ സ്ഥിതി, ആ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്നുള്ള ആ തീച്ചൂളയിലൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നു എന്നുള്ള ആ തീവ്രമായ തീരുമാനം, ആഴമേറിയ തീരുമാനത്തിൻ്റെ ഒരു വാഴ്വായിട്ട് ഈ ദിവസം മാറട്ടെ. ആ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും മാറട്ടെ.